എടാ മക്കളെ, വെൽക്കം ബാക്ക് ടു എ കിഡിലോസ് കിഡിലം വീഡിയോ. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി NSSന്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വരുന്ന കുറേ കമൻസ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമോ. സോ ഇൻ്റർവ്യൂവിന് എങ്ങനെയൊക്കെ ചോദിക്കാം, എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ടത്, എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ മക്കളും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, കമൻ്റ് ഇടാൻ മറക്കരുത്, പിന്നെ ബെൽ അടിച്ചു പൊട്ടിച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. NSSന്റെ ഓൾറെഡി കുറേ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ലാസ്റ്റ് സ്റ്റേജ് ആണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. മേ ബി ആയിരിക്കാം, അല്ലാണ്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ സാഹചര്യമൊന്നും നമ്മൾ SPCക്കൊക്കെ മേ ബി ഉണ്ടായിരിക്കും അല്ലെ, 10ലൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറയാം. NSSനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് പറയുന്നില്ല. NSSന്റെ ഇൻ്റർവ്യൂ മാത്രമാണ്. NSSന് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം NSSനെ പറ്റി അരച്ച് കലക്കി കുടിച്ചിട്ട് പോകണം എന്നൊക്കെ. അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ NSS എന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. മിക്ക സ്കൂളിലും, ഒരു 99% സ്കൂളിലും അതിൽ നിന്നുള്ള ചോദ്യങ്ങളേ ഉണ്ടാവാറില്ല. അവിടെ നിങ്ങളൊരു പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ NSSന്റെ പ്രോഗ്രാം ഓഫീസർ ആ സ്കൂളിലെ കാണും. പിന്നെ വേറെ ഏതെങ്കിലും 2 ടീച്ചേഴ്സ് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാം ഓഫീസറും 2 ടീച്ചേഴ്സും, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ NSSന്റെ ഫസ്റ്റ് ഇയറിൽ, അതായത് നമ്മുടെ സീനിയേഴ്സിന്റെ ഒരു ലീഡറില്ലേ, ആ പുള്ളിയും ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേര്, ഇത്രയും പേര് മാത്രമേ ഉള്ളൂ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവരുടെ ഭാഗത്തു നിന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മളെ ഭയങ്കര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, ഒരു ഇൻട്രാക്ഷൻ, ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ അത്ര മാത്രമേ ഇന്റർവ്യൂവിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഈ ഇന്റർവ്യൂ ബോർഡ് മെയിൻ ആയിട്ട് എന്താ നോക്കുന്നത്? എടാ, NSS എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാഷണൽ സർവീസ് സ്കീമാണ് ഇത്. ആക്ച്വലി ഇതൊരു സർവീസാണ്, ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു സർവീസാണ് അല്ലേ. സൊസൈറ്റിയെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മുടെ NSSന്റെ പ്രോഗ്രാംസ് ആയിട്ട് വരുന്നത്. ഓരോ ഡേയ്സും സെലിബ്രേറ്റ് ചെയ്യുക, നല്ല നല്ല സോഷ്യൽ സർവീസുകൾ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഓരോ ഡേയും കൃത്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് NSS പൊതുവേ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാംസ് ഒക്കെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെയാണ് NSSന് വേണ്ടത്. എല്ലായിടത്തും മാറി ഒതുങ്ങിക്കൂടുന്ന വിദ്യാർത്ഥികളെയല്ല NSSന് ആവശ്യം. സോ ഇന്റർവ്യൂ ബോർഡ് ചെക്ക് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എത്രമാത്രം ആക്റ്റീവാണ്, എത്രമാത്രം സോഷ്യലാണ്, എല്ലാ കാര്യത്തിലും, സംസാരിക്കുന്ന കാര്യത്തിലും, നിങ്ങൾ ഒരു ഐഡിയ കൺവേ ചെയ്യുന്ന കാര്യങ്ങളും. ഇപ്പം നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് ട്രസ്റ്റ് ചെയ്യണം, അവർക്ക് തോന്നണം ഇവൻ ഭയങ്കര ജെന്യുവൻ ആണ്, ഭയങ്കര ആക്റ്റീവാണ്, ഇവൻ്റെ കയ്യിൽ എന്ത് കൊടുത്താൽ ഇവൻ ചെയ്യും. സോ അങ്ങനെയുള്ളൊരു വോളണ്ടിയർ ക്വാളിറ്റി ഉള്ള, വോളണ്ടിയർ ക്വാളിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെയാണ് NSSന് ആവശ്യം. സോ നമ്മൾ ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യണം. കാരണം നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ +1 +2 ലൈഫിൽ നമ്മൾ ഓൾറെഡി അങ്ങനെയാവും, നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരായിട്ട് മാറും, എക്സ്പെഷ്യലി ഞാൻ. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളോട് എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ വളരെ ക്ലിയർ ആൻഡ് ആക്റ്റീവായിട്ട് നമ്മൾ മറുപടി പറയാം. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മളൊന്ന് വെൽ ഡ്രസ്ഡ് ആയിട്ട്, കൃത്യമായിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാകാം, ഫ്രണ്ട്സിൻ്റെ ഇടയിലെ പ്രശ്നങ്ങളുണ്ടാകാം, അതെല്ലാം മറന്ന് ഒരു 10-15 മിനിറ്റ് ആയിരിക്കും. ആ 10-15 മിനിറ്റ് നമ്മളെ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ഷോക്കേസ് ചെയ്യണം. അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി, അത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്രില്യൻസി അളക്കുന്നതോ നിങ്ങളുടെ GK ചെക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കില്ല. അതിൽ ചിലപ്പം NSSമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ ചോദിക്കാം, ഇല്ലെന്നല്ല. ഓരോ സ്കൂളിൻ്റെയും അവർ കൊണ്ടുവരുന്ന പ്രോസസ് ആൻഡ് അപ്രോച്ചസ് വേറെ ആയിരിക്കുമല്ലോ. പൊതുവെ ഇങ്ങനെയാണ്. നിങ്ങളുടെ പേര് ചോദിക്കാം, നാട്, വീട്, സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. NSSന് എന്തുകൊണ്ട് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. കോമൺ ആയിട്ടുള്ള ചോദ്യം എല്ലാ സ്കൂളുകളിലും ചോദിക്കും. ഈവൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ പല സ്കൂളുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്, എന്തിനാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് ചേരുന്നത്, NSSന് ചേരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? അതിനുള്ളൊരു ഉത്തരവാണ് ഞാൻ ഇനി അടുത്ത് തരാൻ പോകുന്നത്. അതായത്
NSSൽ കയറുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഞാൻ സോഷ്യൽ സർവീസ് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ കോമണിൽ നിന്ന് കുറച്ചുകൂടെ മാറിയിട്ടുള്ള കാര്യങ്ങൾ വേണം പറയാൻ. സോഷ്യൽ സർവീസ് ഇഷ്ടമുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത്, ഇവൻ എൻ്റെ നാട്ടിൽ ഇതുപോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. സോ ഹയർ സെക്കൻഡറിയിലേക്ക് വന്ന സമയത്ത് ഇതേ രീതിയിൽ സോഷ്യലി കണക്റ്റായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു ബെറ്റർ വേദി, ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ സ്റ്റഡീസും എനിക്ക് കൊണ്ടുപോകണം, അതിനോടൊപ്പം തന്നെ ഇങ്ങനെ സോഷ്യലി കണക്റ്റഡ് ആയി നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സമൂഹത്തിൽ വിഷമിക്കുന്ന അവരുടെ വിഷമങ്ങൾക്ക് ഒരു സഹായം ചെയ്യുക, നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോഷ്യലി കണക്റ്റഡ് ആവുക, കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹ്യൂമനായിട്ട് ഡെവലപ്പ് ചെയ്യുക. NSS ഗൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരു സ്റ്റുഡൻറ്റിനെ എത്രമാത്രം റെസ്പോൺസിബിൾ ആക്കാം, സമൂഹത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാക്കി മാറ്റാം എന്നുള്ളൊരു ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ ആഗ്രഹിക്കുന്നു ഞാൻ. അത്തരത്തിലുള്ള ലെവലിലേക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ഭയങ്കര സൈദ്ധാന്തികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ അവതരിപ്പിക്കണം. തള്ളി അങ്ങ് വിടരുത്, ഞാൻ അത് പോയി ഇത് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾ, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ സ്കൂളിൽ SPCക്ക് ഉണ്ടായിരുന്നു, SPCയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു, സോഷ്യൽ സയൻസ് ക്ലബ്ബിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള യൂത്ത് ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അപ്പോൾ യൂത്ത് ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് വെള്ളപ്പൊക്കം വന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ പരിചരണം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ എൻ്റെ പ്രവർത്തന മേഖല സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ കടന്ന് സ്കൂളിൽ നമുക്ക് ഇതുപോലുള്ള വർക്കിൽ ചേരാൻ ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ NSS സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യം പറയണം. ആരും ഗ്രേസ് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കയറിയതെന്നും പറയുന്നത്. നമ്മുടെ ലക്ഷ്യം ഗ്രേസ് മാർക്കാണ്. ഇപ്പം ഞാൻ കയറിയതും ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമായിരുന്നു NSS കയറിയത്. കാരണം സോഷ്യൽ സർവീസ് ഓൾറെഡി നമുക്ക് ചെയ്യാം. അങ്ങനെ NSS കയറിയതുകൊണ്ട് മാത്രം സോഷ്യൽ സർവീസ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ അതിൽ കയറി പ്രവർത്തനങ്ങളുടെ ഭാഗമായപ്പോൾ നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആവുന്ന, ഭയങ്കര മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് നമുക്ക് NSS തന്നിട്ട്. നിങ്ങളെ ഇനി അടുത്ത ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളെ സെലക്ട് ചെയ്തെന്ന് വെക്കുക. സോ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് സ്കൂൾ NSSന് എന്താ പ്രയോജനം? അപ്പം നമ്മൾ പറയണത് എന്താ, നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. ഇവിടെ NSSന് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻറ്റിനെയാണ് ആവശ്യം. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുക, പിന്നെ ഭയങ്കര ഐഡിയൽ സ്റ്റുഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക, നമ്മുടെ സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായിട്ട് ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ അല്ലെ NSSന് മുമ്പിൽ എത്തിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക. ലഹരി പോലെ, ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ നമ്മളെ സ്കൂളിലെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ എത്തിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടി ജെന്യൂൻ ആയിട്ട് നിൽക്കും. അതാണ് ഏറ്റവും നിങ്ങൾ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഭയങ്കര ജെന്യൂൻ ആയിരിക്കും. എൻ്റെ വർക്ക്സിലും എനിക്ക് തരുന്ന ഉത്തരവാദിത്വത്തിൽ ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് നിൽക്കും. അതാണ് NSSന് എന്നിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ അത് അവിടെ അവതരിപ്പിക്കുക. നെക്സ്റ്റ് ചോദിക്കുന്നത്, നിങ്ങളോട് ചിലപ്പോൾ ഒരു പാട്ട് പാടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ആക്ച്വലി നിങ്ങൾ ഭയങ്കര കലാപരമായിട്ട് കഴിവുകളുള്ള, സ്പോർട്സ് മേഖലയിൽ കഴിവുള്ള ആളാണെങ്കിൽ അതൊക്കെ പറയാം. അവർ ചോദിച്ചില്ലെങ്കിലും ഞാനിങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. പാട്ടിൻ്റെ അല്ലെങ്കിൽ എഴുത്ത്, അങ്ങനെയുള്ള മത്സരങ്ങളിൽ പോയി എനിക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. സ്പോർട്സിനാണെങ്കിൽ സ്പോർട്സിന് ഞാൻ മത്സരിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാം. കാരണം അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ അവർ നന്നായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളൊരു പാട്ട് പാടാമെന്ന് ചോദിച്ചെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സംഗീതം അളക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ല, നമ്മളോടൊരു പാട്ട് പാടാൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ടുള്ള, നമ്മളൊന്നും മൈൻഡ് ആക്കാത്ത കുട്ടിയാണെങ്കിൽ പാടും. അപ്പോൾ അവരത് നോട്ടീസ് ചെയ്യും, ഇവൻ ഭയങ്കര ആക്റ്റീവാണ് എന്നുള്ളൊരു കാര്യം അവിടെ നോട്ടീസ് ചെയ്യും. നമുക്ക് നന്നായിട്ട് പാടാനൊന്നും അറിയില്ല, ഏത് പാട്ടാണെങ്കിലും ഒരു 4 വരി പാടിക്കൊടുക്കുക. പറയുകയാണെങ്കിൽ അതിൽ മടി വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളോട് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു അത് നിങ്ങൾ ഒരു മടിയില്ലാണ്ട് കൃത്യമായിട്ട് ചെയ്യുക. ഇനി ഇങ്ങനെ പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് പറയാം. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ തന്നെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, NSSൻ്റെ ഭാഗമായിട്ട് കുറേ പ്രോഗ്രാംസുകൾ നടത്തും അല്ലേ. കുറേ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പോകും. അവിടെയൊക്കെ നിങ്ങളുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യുന്ന കുറേ അവസരങ്ങളുണ്ടാവും. സോ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ 7 ദിവസത്തിൽ നിങ്ങൾക്ക് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഭയങ്കര അടിപൊളിയാക്കുന്നത് ഇത്തരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളുടെ പ്രസൻസ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ എന്തായാലും ടീച്ചേഴ്സ് സെലക്ട് ചെയ്യും. സോ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ടാലൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ഇൻ്റർവ്യൂ ബോർഡിനോട് പറയുക. ഇനി അവരെന്തെങ്കിലും ചോദിച്ചാൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ടാലൻറ്റിൻ്റെ ബേസിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം.
പിന്നെ നമുക്ക് സോഷ്യലി നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പം മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഡ്രഗ്സ് സ്കൂളിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കുറേ ഡ്രഗ്സ് മാഫിയകളും ഒക്കെ നിൽക്കുന്നൊരു സമയമല്ലേ. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളെടുക്കുക ചോദിക്കാം. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ. അപ്പോൾ നിങ്ങൾ പറയണം ഇതുപോലെ ഇപ്പം മെയിനായിട്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ കേന്ദ്രീകരിച്ച് സ്കൂളും കോളേജിലും ഒക്കെ ഇതുപോലുള്ള ഡ്രഗ് മാഫിയകളുണ്ട്. സോ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെയൊന്നും പെട്ടിട്ടില്ല. അങ്ങനെ പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് നിങ്ങൾ പറയേണ്ടത് എന്താ? ആദ്യം ഇങ്ങനൊരു നമ്മുടെ ഒരു സഹപാഠി ഇത്തരത്തിൽ ഡ്രഗ്സിന്റെ ഭാഗമായിട്ട് അവനെ കാണുകയാണെങ്കിൽ ആദ്യം അവനോട് തന്നെ ചെന്ന് സംസാരിച്ചിട്ട് ഇതിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ അവനെ കൃത്യമായിട്ട് ഇതിന്റെ വരും വരായികൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് ഒരു ഗൈഡൻസ് എന്നുള്ള നിലയിൽ നമ്മൾ അധ്യാപകരോട് ഈ കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കും. അപ്പൊ അധ്യാപകർ കൃത്യമായിട്ട് ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നിങ്ങൾ അവിടെ പറയാൻ വേണ്ടിയിട്ട്. അതുപോലുള്ള സോഷ്യലി കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിനെ പറ്റിയിട്ട് നിങ്ങൾ എടുക്കുക ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഉത്തരങ്ങൾ വേണം നിങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്. ഓക്കെ, മറ്റൊരു ചോദ്യമാണ്, NSSന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡീസ് ഒന്നും കൃത്യമായിട്ടൊക്കെ ക്ലാസ് നഷ്ടപ്പെടും, അപ്പോൾ പ്രോഗ്രാംസിനൊക്കെ കൃത്യമായിട്ട് വരണം, ഇതിനൊക്കെ വരാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ഉത്തരം നൽകാൻ വേണ്ടി കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം NSSൽ ചേർന്നുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡീസിനെ ബാധിക്കില്ല. കാരണം നമുക്കൊരു 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടല്ലേ. ആ 24 മണിക്കൂറിൽ നമ്മൾ എല്ലാ മണിക്കൂറും NSS പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കല്ല. നമുക്ക് സ്കൂൾ ക്ലാസ്സുകളുണ്ട്. ഇപ്പം NSS ഇപ്പോൾ സാറ്റർഡേ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രോഗ്രാം ഉണ്ടായിരിക്കാം. പക്ഷെ അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഒരു ടൈമുണ്ട്, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്, അധ്യാപകർ എത്ര വേണമെങ്കിലും പറഞ്ഞു തരാൻ റെഡി ആയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ NSSന് ചേർന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നിങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ വേണം നിങ്ങൾ അവരോട് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും കോംപ്രമൈസ് ചെയ്യില്ല NSS ഉണ്ടെങ്കിൽ കൂടി. പിന്നെ മറ്റൊരു കാര്യം, NSSന് ഒരു 7 ദിവസം ക്യാമ്പ് ഉണ്ട്. അത് നമ്മുടെ വെക്കേഷൻ ടൈമിലായിരിക്കും. അപ്പോൾ ആ 7 ദിവസം ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വീട്ടിൽ പോകാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ഓക്കെ ആയിരിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെയാണ്. 7 ദിവസം സ്റ്റുഡൻസുമായിട്ടും നമ്മുടെ ടീച്ചേഴ്സുമായിട്ടും NSSന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ട് ഞാൻ ആ ക്യാമ്പിൽ നിൽക്കുകയും എൻ്റെ പ്രവർത്തനങ്ങൾ ക്യാമ്പിൽ കൃത്യമായിട്ട് നടത്തുകയും ചെയ്യും എന്നുള്ള കാര്യം പറയാം. ഓക്കെ, പിന്നെ കാഷ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ഈ സ്കൂൾ സെലക്ട് ചെയ്തത്? ഈ സ്കൂൾ സെലക്ട് ചെയ്യാൻ കാരണം അത്യാവശ്യം നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടിപൊളി സ്കൂളാണ്, ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അക്കാഡമിക്കലി നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്, നല്ല. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ സ്കൂൾ തിരഞ്ഞെടുത്തത് എന്ന് തന്നെ പറയണം. അലോട്ട്മെന്റിൽ നമ്മൾ കൊടുത്ത സ്കൂൾ ഇതായിരുന്നു, ഈ സ്കൂളിലേക്ക് എത്തിയത് ഈ ഒരു രീതിയിലായിരുന്നു, നമ്മൾ താല്പര്യപ്പെട്ടുകൊണ്ടാണ് സ്കൂളിലേക്ക് വന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങളുടെ വിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് സബ്ജക്റ്റാണോ എടുത്തത് അതിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഹയർ എഡ്യൂക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷൻ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഈ സബ്ജക്റ്റ് എടുത്തതും അത് നിങ്ങൾ ഇഷ്ടപ്രകാരമാണ് എടുത്തത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ഇഷ്ടപ്രകാരം മാത്രം എടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ പേരൻസുമായിട്ട് കൂടി ആലോചിച്ച് ഞങ്ങളുടെ പേരൻസിൻ്റെയും എൻ്റെയും ഇഷ്ടം കൃത്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു സോഷ്യൽ വാല്യൂ കൊടുക്കുന്നു, ഫാമിലിക്ക് വാല്യൂ കൊടുക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടി അതിൽ വരും. അപ്പോൾ വീട്ടുകാർ ഇത് +2 കഴിഞ്ഞിട്ടുള്ള സാധ്യതകളെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത് എന്നുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ കുറച്ച് പൊലിവ് കയറ്റാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കാര്യങ്ങളൊന്നും കയറി പറയില്ല. പറയുന്ന എല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ആയിരിക്കണം. ഇപ്പം നിങ്ങൾ വലിയ ഹൈ ലെവൽ സാധനമൊക്കെ പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ഒരു അഡീഷണൽ ചോദ്യം അതിനെ കണക്ട് ചെയ്ത് ചോദിച്ചാൽ പെട്ടുപോകും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് വളരെ പ്യുവറായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ വേണം പറയാൻ. അവിടെ നിങ്ങൾ മറ്റില്ലേ പൊലിപ്പ് കാണിച്ച് നിങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പണി കിട്ടാതെ നോക്കണം. അപ്പോൾ നിങ്ങൾ വളരെ ജെന്യുവൻ ആയിട്ട് ഉത്തരങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കും എന്നുള്ള ഒരു ഇതിലല്ല, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുമല്ലോ. ആ ഒരു രീതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ പല സ്കൂളിലും ചോദിച്ചിട്ടുള്ള കോമൺ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ പോയി അവിടെ
ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നോർമലായിട്ട് സംസാരിക്കണം. ഒരു ബഹുമാനം കൊടുക്കണം. ഇന്റർവ്യൂ ബോർഡിന് ഒരു ബഹുമാനം കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ. അതായത് നിങ്ങൾ മെയിനായിട്ട് ചിന്തിക്കണം, നിങ്ങൾ കുറച്ച് റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുക, ബഹുമാനം കൊടുത്ത് സംസാരിക്കുക. അതായത് നിങ്ങൾ കലവില സംസാരിക്കരുത് എന്നല്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന ഭാഷ, ഇതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് നിങ്ങൾ വളരെ റോ ആയിട്ട് ഈ ഭാഷ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർ, ചില പ്രത്യേക മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ടൈപ്പ് ഓഫ് ലാംഗ്വേജ് അതൊക്കെ ആയിരിക്കും. അത് മാറ്റണം എന്നുള്ളതല്ല. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ബഹുമാനം, കൊടുക്കേണ്ട കുറച്ച് റെസ്പെക്റ്റ് ഇല്ലേ നമ്മുടെ ബോഡി ലാംഗ്വേജിലൊക്കെ, അത് നിങ്ങൾ കൊടുക്കുക. നല്ല ഇൻട്രസ്റ്റോടെ സംസാരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ അവർ നോട്ട് ചെയ്യപ്പെടും. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാം. നിങ്ങൾ വലിയ കൊമ്പത്താളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് പറയുന്നതൊക്കെ നാച്ചുറൽ ആയിരിക്കണം, നാച്ചുറലായിട്ട് തോന്നിപ്പിക്കണം. നാച്ചുറൽ അല്ലെങ്കിൽ കൂടി നാച്ചുറലായിട്ട് തോന്നിപ്പിക്കണം. നമ്മളെന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ, വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം മെയിനായിട്ട് നിങ്ങളിനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. അപ്പോൾ നമുക്കും കൂടെ അറിയാമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഇൻബോക്സിൽ മെസ്സേജ് ചെയ്താലും മതി, ഇൻസ്റ്റഗ്രാമിൽ ടെയിൽസോ സ്റ്റുവർട്ടിൽ മെസ്സേജ് ചെയ്താലും മതി, ഞാൻ കണ്ടോളാം. അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.